ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അപ്പാനി രേണുവിന്റെയും സരികയുടെ അടുത്തായിട്ട് പറയുന്നു. ഒരു സ്വകാര്യമായിട്ടാണ് പറയുന്നത്. അന്ന് ഞാൻ അനുവുമായിട്ട് വഴക്കിട്ടില്ലേ, എന്നിട്ട് അവള് വന്ന് എന്റെ കാല് പിടിച്ചു. അതിനുശേഷം എനിക്ക് എന്റെ മനസ്സും ശരീരവും ഓക്കെ ആവുന്നില്ല. പണ്ടത്തെ പോലെ എനിക്ക് കോമഡി പറയാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ എനിക്കൊരു വീർപ്പുമുട്ടലാണ് ചേച്ചി. എന്റെ മക്കളാണ് സത്യം ചേച്ചി. എന്റെ കോൺഫിഡൻസ് പോലും നഷ്ടപ്പെട്ടു. അപ്പൊ സരികയും രേണു പറയുന്നു, കുറച്ചിടെയായിട്ട് ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ പണ്ടത്തെ പോലെ ഒന്നിലും ഇടപെടാത്ത പോലെ. മൊത്തത്തിൽ ഒരു മൂകതയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ സരിക പറയുന്നു. സത്യത്തിൽ അനുവിന്റെ ഗെയിം പ്ലാൻ ഇപ്പോൾ അപ്പാനിയെ തകർത്തിട്ടുണ്ട്. കാരണം അനു എത്ര വഴക്കിടാൻ വന്നാലും ട്രിഗർ ചെയ്താലും അപ്പാനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പണ്ടത്തെ അപ്പാനിയാണെ കാണുന്നതിൽ മൊത്തം ഇടപെട്ട് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പൊ പണ്ടത്തെ അത്ര തന്നെ ഗ്രൂപ്പ് ഒന്നും താങ്ങാതെ എല്ലാവരുമായിട്ട് സംസാരിച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും അനുവുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ശേഷം അപ്പാനി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. തന്റെ കോൺഫിഡൻസ് പോലും അനുവിന്റെ വാക്കുകളും പ്രവൃത്തികളും കാരണം നഷ്ടമായെന്ന സങ്കടം രേണുവിന്റെയും സരികയുടെ അടുത്തായിട്ട് പറയുന്ന അപ്പാനിയാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും വളരെ സ്വകാര്യമായിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്നുണ്ട്, അപ്പൊ തന്നെ വിഷയമെല്ലാം മാറ്റി അത്രയ്ക്ക് സീക്രട്ട് ആയിട്ടാണ് അപ്പാനിയുടെ മനസ്സ് തുറക്കുന്നത്. അതുപോലെ തന്നെ ഇനി അപ്പാനിയുടെ ഗെയിം പ്ലാൻ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.